ഒരു തൊഴിൽ എന്നതിലുപരി അധ്യാപനത്തെ നെഞ്ചോട് ചേർത്ത് സേവനം അനുഷ്ഠിച്ച് വിദ്യാലയങ്ങളെ പുതിയ പടവുകളിൽ എത്തിച്ചും ഒപ്പം കൃഷിയെ സ്നേഹിക്കുന്നതുമായ ഒരു അധ്യാപകനുണ്ട് പീരിമേടിന്. പീരിമേട് കരടിക്കുടി കുരിശുമല പുതുവൽ സ്വദേശിയായ സി ആനന്ദ് എന്ന അധ്യാപകനാണ് കഴിഞ്ഞ 24 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ മാതൃകയായി സേവനം അനുഷ്ഠിച്ചു വരുന്നത്. കാണാം ഈ മാതൃകാ അധ്യാപകന്റെ ജീവിത വിജയങ്ങളും വിശേഷങ്ങളും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് മേരി സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് ടെക്നോളജി, പാമ്പനാർ PO, പീരിമേട്. കമ്പ്യൂട്ടർ കോഴ്സുകൾ: പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് PDCFA, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA, ഡിപ്ലോമ ഇൻ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ് CTTC, വേർഡ് പ്രോസസ്സിംഗ്, ഡേറ്റ എൻട്രി തുടങ്ങിയ കമ്പ്യൂട്ടർ കോഴ്സുകളും. ഇത് പീരിമേട് കരടിക്കുടി പുതുവൽ സ്വദേശിയായ സി ആനന്ദ് എന്ന അധ്യാപകൻ. തന്റെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന കുമ്മളി TTCയിൽ നിന്നും പഠിച്ച് 2000 ആണ് ഇദ്ദേഹം വണ്ടൻമേട് മാലി ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപന വൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് പാമ്പനാർ ഗവൺമെന്റ് UP സ്കൂളിൽ 14 വർഷത്തെ സേവനത്തിനിടെ തന്റെ ശ്രമഫലമായി സ്കൂളിനെ ഹൈസ്കൂളായി ഉയർത്തുന്നതിനും മുൻകൈയെടുത്തു. തന്റെ അധ്യാപന വൃത്തിക്കൊപ്പം കൃഷിയെ സ്നേഹിക്കുന്നതിലും പരിപാലിക്കുന്നതിലും സമയം കണ്ടെത്തുന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. വിവിധ ഇനം പച്ചക്കറി തൈകൾക്കൊപ്പം 6 ഇനങ്ങളിൽപ്പെട്ട ചീരകൃഷി ഇദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലെ പച്ചക്കറി തോട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഒപ്പം വിവിധ ഇനം ഫലവർഗ്ഗങ്ങളാലും സമൃദ്ധമാണ് ആനന്ദ് സാറിന്റെ പുരയിടം. പച്ചക്കറി തോട്ടത്തിന്റെ പരിപാലന ചുമതല സഹധർമ്മിണി റീത്ത ഏറ്റെടുക്കുമ്പോൾ തന്റെ ഏലകൃഷിയെ പരിപാലിക്കുന്നതിന് സമയം കണ്ടെത്തിയ ആനന്ദ് സാർ പരിപാലന രീതിയിലൂടെ ഇത്തവണത്തെ കൊടും വേനലിൽ കരിഞ്ഞുണങ്ങാതെ സംരക്ഷിച്ചുവെന്നത് പ്രത്യേകത തന്നെയാണ്. അധ്യാപനത്തിനൊപ്പം കൃഷിയെയും സ്നേഹിച്ചു പരിപാലിക്കുന്നതായി ആനന്ദ് സാർ പറയുന്നു. സമയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത് കൃഷിയാണ്. അതിലും പ്രത്യേകിച്ച് ഏലകൃഷിയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ തൊട്ട് എൻ്റെ ഫാദർ ഞങ്ങൾ എല്ലാവരും കൃഷിയോട് ഭയങ്കര താല്പര്യരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷമാണെന്നെങ്കിലും കൊടും വേനലാണ്. ഈ കൊടും വേനലിലും നല്ല രീതിയിൽ എനിക്ക് കൃഷി പരിപാലിക്കുവാനായിട്ട് സാധിച്ചു. കാരണം ഒരു കുഴൽക്കിണറുണ്ടായിരുന്നു, 1000 അടിയാണ് എൻ്റെ താഴ്ച. എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയായിരുന്നു. അതാണ് എൻ്റെ ഒരു നേട്ടം എന്ന് പറയാനായിട്ട്. ഒരു ചെടിയെപ്പോലും ഞാൻ ഉണങ്ങുവാനായിട്ട് സമ്മതിച്ചിട്ടില്ല ഈ വർഷം. ഞാനൊരു 3.5 ഏക്കർ കാടാണ് എൻ്റെ പപ്പ എനിക്ക്, എൻ്റെ ഗ്രാൻഡ് പാരൻറ്റിൻ്റെ വീതമാണ് എനിക്ക് തന്നത്. അതിൽ ഞാനിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വിളവ് ഞാൻ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ അവധിക്കാലത്തിൽ ഞാൻ ഇതിനകത്തായിട്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അല്ലാത്ത സമയത്ത് ഞാനും എൻ്റെ കുട്ടികൾ കൂടെയാണ് എപ്പോഴും ഞങ്ങളുടെ അധ്യാപനം എന്ന് പറയുന്നത്. ഞങ്ങൾ ഏലപ്പാറ ഗവൺമെന്റ് UP സ്കൂൾ, വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ സേവനങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുമ്മളി ഗവൺമെന്റ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 വർഷമായി സേവനം അനുഷ്ഠിക്കുന്ന ഇദ്ദേഹത്തിന് പലതവണ ഹെഡ്മാസ്റ്ററായി നിയമനം ലഭിച്ചുവെങ്കിലും കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകുന്നതിലാണ് താൻ തൃപ്തരെന്ന് ആനന്ദ് സാർ പറയുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് പ്രൊമോഷൻ സാധ്യത ഒരു 3 പ്രാവശ്യം വന്നതാണ്. അപ്പോൾ എൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് പോകുന്നില്ല എന്ന് വെച്ചു. കാരണം എനിക്ക് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനോടാണ് താല്പര്യം. അല്ലാതെ എനിക്കൊരു ഹെഡ് മാസ്റ്റർ ആകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അർഹതയില്ലാഞ്ഞിട്ടല്ല, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ആർട്ട് വർക്കുകൾ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ട്രെയിനിങ്ങുകളും പങ്കെടുക്കുന്ന ആളാണ്. ഒരുപാട് ആർട്ട് വർക്കിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. 24 വർഷത്തെ അധ്യാപന വൃത്തിയിൽ കോവിഡ് സമയത്തെ മികച്ച സേവനം, പ്രളയകാലത്തെ സേവനങ്ങൾ, മികച്ച സയൻസ് ആർപിക്കുള്ള അവാർഡ്, കേരള ഗ്രാഫ്റ്റിന്റെ 2022 മികച്ച അധ്യാപകനുള്ള അവാർഡ് എന്നിവ ലഭിക്കുകയും ചക്കുവള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പ്രീമെട്രി വിഭാഗത്തിനായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാർക്ക് നിർമ്മിച്ചു നൽകിയതിലൂടെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ സേവനകാലത്താണ് സ്കൂളിനായി മികച്ച ലാബ് നിർമ്മിച്ചത്. സംസ്ഥാനതല മാതൃകാ ലാബായി ഇത് മാറിയതിലും ഇദ്ദേഹത്തിന്റെ വലിയ പങ്കായിരുന്നു ഉണ്ടായിരുന്നത്. മാതാവ്, ഭാര്യ റീത്ത, മക്കൾ രേഷ്മ ജോയി, ധനീഷ് ക്രിസ്റ്റോ എന്നിവരടങ്ങുന്നതാണ് ആനന്ദ് സാറിന്റെ കുടുംബം. അധ്യാപന വൃത്തിയെ ജോലിക്കുപരി തന്റെ പല കഴിവുകളും സമന്വയിപ്പിച്ച് തന്റെ ജീവിത കർമ്മമായി കാണുന്ന ആനന്ദ് സാറിന് അവശേഷിക്കുന്ന സേവന കാലഘട്ടങ്ങളിൽ ഉയർച്ചയുടെ കൂടുതൽ പടവുകൾ കീഴ്പ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.